ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തതിനപ്പുറമായിട്ട് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഭാഗത്തേക്ക് വരികയാണെങ്കിലും ബംഗാളി ആക്ടർ ശ്രീലേഖ മിത്ര ഒരു പരാതി, ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നു. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം. അത് 15 വർഷം മുന്നേ ഉള്ള ഒരു വിഷയത്തെയാണ് അവർ ആരോപണമായി ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ പിന്നാലെ രാജിവെക്കേണ്ടുന്നൊരു അവസ്ഥ വരുന്നു. മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ അക്കാദമിയുടെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു രാജിവെക്കേണ്ടി വന്നതൊരു നാണക്കേടായിട്ട് കരുതുന്നില്ലേ? അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം വന്നു, തീർച്ചയായിട്ടും അത് ആരോപണത്തിൽ അത് സത്യമുണ്ടാകാം, അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. അത് ഈ രാജിവെച്ച അദ്ദേഹം തന്നെ, നമ്മുടെ ചെയർമാൻ തന്നെ അത് പറഞ്ഞു. ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്നും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് താൻ ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് മാത്രമല്ല, അദ്ദേഹം രാജിവെച്ചത് തൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ ഒരുപാട് കല്ലുകൾ വരുന്നുണ്ട്, സർക്കാരിനെ എറിയാൻ ഒരുപാട് കല്ലുകൾ വരുന്നുണ്ട്. ആ ഒരു കല്ല്, അതിൽ വരുന്ന ഒരു കല്ലിൻ്റെ പേര് രഞ്ജിത്തെന്നാകരുതെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നു എന്നൊക്കെ ഞാൻ ആ രാജിവാർത്ത കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ഇതിന് പിന്നിലൊരു വലിയൊരു കോൺസ്പിറസി ഉണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അത് അദ്ദേഹം നിയമ നടപടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതും ശരിയല്ല. ഇപ്പോൾ പ്രേംകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാവുന്ന ഒരു രഞ്ജിത്ത് ഉണ്ടാവുമല്ലോ, ഉണ്ട്. ആ രഞ്ജിത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നു? ഞാനൊരിക്കലും കരുതുന്നില്ല. കാര്യം ഞങ്ങൾ എത്രയോ കാലമായിട്ട് നാടകത്തിലും ഒക്കെ ഞങ്ങൾ സഹകരിക്കുകയും സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കങ്ങനെ ഒരു അഭിപ്രായം വ്യക്തിപരമായിട്ടില്ല. എൻ്റെ നല്ല സുഹൃത്തും കൂടിയാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പോൾ ഇന്ന് ഈ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ 10ഓളം പരാതികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രകാരമല്ല, അതിനപ്പുറം പല നടികളും ഇപ്പോൾ മൊഴി കൊടുത്ത് അവർ ആ ധൈര്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് പുറത്തു വന്നതും സർക്കാർ ഒപ്പമുണ്ട് എന്നൊരു വിശ്വാസത്തിൽ ഈ കേസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ധൈര്യത്തിലാണ് ഇപ്പോൾ 3-4 നടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇനിയും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് വരുന്നു. അപ്പോൾ ഈ തുറന്ന പറച്ചിലുകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി വന്നതാണ് ഒന്ന് AMMയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖിനെതിരെയുള്ള ഒരു ആരോപണം. അദ്ദേഹവും രാജിവെച്ചു. ഇപ്പോൾ 2 രാജികൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മുകേഷിൻ്റെ രാജിയെക്കുറിച്ചാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് പ്രതിപക്ഷ അതുപോലെ തന്നെ ഭരണപക്ഷത്തിലെ പല CPIക്ക് അകത്തുള്ള അംഗങ്ങളടക്കം ഇപ്പോൾ ഈ വിഷയത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യം ഉയർത്തുന്നു. മാത്രമല്ല CPMൻ്റെ ദേശീയ നേതാക്കളായിട്ടുള്ള സുഭാഷിണി അലി അതുപോലെ തന്നെ ബൃന്ദ കാരട്ട് അടക്കം ഈ വിഷയത്തിൽ മുകേഷ് മാറി നിൽക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ച് രാജിവെച്ച് മാറി നിന്ന് അന്വേഷണം നേരിടണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമാ വ്യവസായത്തിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ചും മുകേഷിനെ പോലുള്ള ഒരു നടൻ, അയാൾ ഒരു കൊല്ലം MLA ആണ്, ഒരു ഉന്നതപ്പെട്ട പദവിയിലിരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കേസ്, ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ ഇനി ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഒരു നയരൂപീകരണ സമിതിയിലും മുകേഷ് ഉണ്ട് എന്നുള്ളതാണ്. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ അവർ മാറി നിന്ന് അന്വേഷണത്തിന് വിധേയരാകണ്ടേ? അല്ല, അത് തന്നെയാണ്. അപ്പോൾ മുകേഷ് ഏട്ടൻ്റെ കാര്യത്തിൽ അദ്ദേഹം MLA ആണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ആരോപണം വരുന്ന സ്ഥിതിക്ക് അത് പാർട്ടി അതിനെക്കുറിച്ച് നന്നായിട്ട് പരിശോധിക്കും. ഗവൺമെൻറ് അതിന് ഉചിതമായൊരു തീരുമാനത്തിലെത്തും. വ്യക്തിപരമായി അദ്ദേഹവും അതിന് ഉചിതമായ ഒരു തീരുമാനത്തിലെത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും ഈ ഒരു കുറ്റാരോപണം ഉണ്ടാകുമ്പോൾ ഈ ആരോപണം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരാളെ നമ്മൾ ക്രൂശിക്കുന്നത് ശരിയല്ല. ആരോപണത്തിൽ സത്യമുണ്ടാകാം, സത്യമുണ്ടായില്ല എന്നും വരാം. അത് പല ആരോപണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം നടത്തിയിട്ട് അത് തെളിഞ്ഞിട്ട് കുറ്റക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉചിതമായ ശിക്ഷ നൽകട്ടെ. ഇപ്പോൾ കോൺക്ലേവിൻ്റെ ഒരു കാര്യം പറഞ്ഞു. കോൺക്ലേവ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നടത്താൻ ആലോചിക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ സിനിമയിൽ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഈ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ അവസ്ഥകളൊക്കെ സമഗ്രമായി ചർച്ച ചെയ്യുകയും ഏറ്റവും കൃത്യതയോടുകൂടി അതിന് ഒരു വ്യക്തത വരുത്തുകയും അത് വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ഏത് രീതിയിലൊക്കെ ആകണം എന്ന് തീരുമാനമെടുക്കാനും എന്തെങ്കിലുമൊക്കെ പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു ശുദ്ധീകരണം, സിനിമാ രംഗത്ത് ഒരു നവീകരണം, ഭാവിയിലെ സിനിമയെ വളരെ ശക്തമായിട്ട് ക്രിയാത്മകമായിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്തു പകരാൻ വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒന്നാണ് സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത്. അവിടെ ഇതിനോട് ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകാം. ഇതിൽ പങ്കെടുക്കുന്ന ചിലർക്ക് അനഭിമതരായിട്ടുള്ളവർ ഇപ്പോൾ ചിലപ്പോൾ അവരുടെ ദൃഷ്ടിയിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിക്കണം. അവർ പറയണം, ഇത് അവരോടൊപ്പം ഞങ്ങൾക്ക് വേദി പങ്കെടുക്കാൻ, ഇപ്പോൾ ഇരകളും വേട്ടക്കാരും എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളൊക്കെ വരുന്നുണ്ട്, അത്തരം ഒരു വേദിയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞാൽ
അവർക്ക് അങ്ങനെ പങ്കിടാൻ അവർക്കങ്ങനെ വേദി പങ്കിടാൻ ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അവരെ നമുക്ക് പിന്നെ മാറ്റി നിർത്തണമെങ്കിൽ അത് വേണ്ടപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ടവർ അത് ആലോചിച്ച് അതിലൊരു തീരുമാനമെടുക്കും. ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും ഈ ഒരു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു വളരെ വിശുദ്ധന്മാരുടെ ഒരു സമൂഹം, അവിടെ സിനിമയിലുള്ള കുറച്ച് പേർ മാത്രമാണ് ഏറ്റവും പാപികൾ, അവരാണ് ഏറ്റവും കുഴപ്പക്കാരെന്ന രീതിയിലാണ് ഒരു പൊതുബോധം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ പാപിനിയായ ഒരു സ്ത്രീ, ഏറ്റവും നികൃഷ്ട ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആക്രോശിച്ചുകൊണ്ട് വലിയ കല്ലുകളുമായി അവരെ ഓടിക്കുന്ന ഒരു വലിയ ആർത്തട്ടഹസിച്ചു വരുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നടുവിലേക്ക് യേശുക്രിസ്തു വരികയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അതെ, ഈ ആർത്തട്ടഹസിച്ചു വന്ന സമൂഹം മുഴുവൻ നിശബ്ദമായി. അവരുടെ കൈകളിലിരുന്ന കല്ലുകൾ താഴെ വീണു. അവർ തലകുനിച്ച് ഓരോരുത്തരായിട്ട് മടങ്ങിപ്പോയി. തീർച്ചയായിട്ടും പാപം ചെയ്തവരും കുറ്റം ചെയ്തവരും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. പക്ഷെ അവരെ വിചാരണ ചെയ്യുമ്പോൾ അവരുടെയും കുടുംബങ്ങളെക്കുറിച്ചും അവരുടെയും ചില വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് അത് അവരുടെ ഒരു മനുഷ്യ അവകാശം കൂടിയാണ്. അതിനെ കൂടി ഒരു പരിധിവരെയെങ്കിലും മാനിക്കാൻ പൊതുസമൂഹവും മാധ്യമങ്ങളും തയ്യാറാവുക വേണം.